20,000 രൂപ മാത്രമേ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ. ഈ പൈസ ഒന്നിനും തികയില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. എന്തോ ഭാഗ്യം വെച്ചാൽ വെറും 10 ദിവസം കൊണ്ട് എനിക്ക് ജോലി കിട്ടി. ഈ സത്യം പറഞ്ഞ അറിഞ്ഞൂടെ എന്തുകൊണ്ടാണെന്ന്. പക്ഷെ ജോലി എടുക്കുന്നതിൽ ഞാൻ ഒട്ടും സെലക്റ്റീവ് അല്ലായിരുന്നു. എന്താണോ ജോലി കിട്ടുന്നത് അത് എടുത്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ ജോലി എനിക്ക് ഹൗസ് കീപ്പിംഗ് ആയിരുന്നു. പിന്നെ വേറെ ഹൗസിലും അവിടെയും ഇവിടെയും കിച്ചണിലും എല്ലായിടത്തും ഞാൻ പണിയെടുത്തു. എന്ന് വെച്ചാൽ എത്ര കഷ്ടപ്പാടുണ്ടായിട്ടും ഞാൻ എന്റെ സ്റ്റഡീസിനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉഴപ്പി നടക്കുകയോ ക്ലാസ് കട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ഷെങ്കൻ വിസ ഉള്ളത് കൊണ്ട് തന്നെ അടുത്തുള്ള 1-2-3 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഇനി ഫ്യൂച്ചറിൽ ജോലിയുടെ കാര്യം വരുവാണെങ്കിലും ഏകദേശം 27 ഷെങ്കൻ കൺട്രീസിൽ എനിക്ക് ഈ ഓഫേഴ്സ് നോക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെ എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വന്ന സമയത്ത് 6 ലക്ഷം രൂപയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിലും കുറച്ച് ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ ഒരു 5 ലക്ഷം രൂപയ്ക്കൊക്കെ എത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ പോലെ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാവും. പക്ഷെ അതേസമയം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടവരുണ്ടെങ്കിൽ എനിക്കൊരു DM ചെയ്താൽ മതി. ഇതും അല്ലെങ്കിൽ ഞാനൊരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്, അത് ഫില്ല് ചെയ്താൽ മതി. ജെനുവിൻ ആയിട്ട് യൂറോപ്പിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, ചാ.